നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടൻ ദിലീപ് കോടതിയിൽ പറയാത്ത പല കാര്യങ്ങളും ചാനലുകളിൽ പറഞ്ഞെന്നും അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ ചോർന്നു എന്നുമാണ് ആരോപണം. കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജികൾ ജനുവരി 12 പരിഗണിക്കാൻ മാറ്റി. കേസിൽ കുറ്റവിമുക്തനായ ദിലീപിന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇതിലൊരു ഗൂഢാലോചനാവാദം നേരത്തെ തന്നെ ദിലീപ് മുന്നോട്ട് വെക്കുന്നതാണ്. ഇതിലിപ്പോൾ കോടതിയലക്ഷ്യ ഹർജിയുമായി സമീപിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായ പരാമർശങ്ങൾ, ഈ കേസിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും വഴിത്തിരിവുമായ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിലല്ല, ആദ്യം മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദിലീപ് കോടതിയെ സമീപിക്കുമ്പോൾ ആ കോടതിയലക്ഷ്യ ഹർജിയുടെ സാധ്യതകളെപ്പറ്റി നിയമകേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ദിലീപിന്റെ ഈ നീക്കത്തെ കാണേണ്ടത് എങ്ങനെയാണ് വിഷ്ണു? ആറോളം കേസുകളാണ് കോടതിയലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ദിലീപ് നൽകിയിട്ടുള്ളത്. അതിൽ പല കേസുകളും ഇന്ന് പരിഗണിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന് എതിരെയുള്ള ദിലീപിന്റെ ആരോപണങ്ങളായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആണ് കഴിഞ്ഞ 7.5 വർഷം നടന്നത്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ക്രോസ് എക്സാമിനേഷന് സമയത്ത് പോലും പറയാത്ത കാര്യങ്ങൾ ചാനലുകൾക്ക് ചോർത്തി നൽകി, ചാനലുകൾക്ക് കൈമാറി എന്നുള്ളതാണ് ദിലീപിന്റെ പ്രധാനപ്പെട്ട ആരോപണം. മറ്റൊന്ന് ഈ ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായി പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച ആളാണ് ബാലചന്ദ്രകുമാർ. പക്ഷേ അങ്ങനെ ഒരു നിർണായകമായ സാക്ഷി ഉണ്ട് എങ്കിൽ ഈ ചാനൽ അധികൃതരടക്കം അയാൾ മൊഴി നൽകുന്നതിന് മുൻപ് ആ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തത് പോലും ശരിയല്ല എന്നുള്ളതാണ് ദിലീപിന്റെ ടേക്ക്. ദിലീപ് ആ കാര്യമാണ് കോടതിയിൽ പറഞ്ഞത്. സാധാരണഗതിയിൽ ഇങ്ങനൊരു ഈ കേസ് നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഈ കേസിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഒരാളുണ്ട് എന്ന കാര്യം എന്തുകൊണ്ട് അന്വേഷണ സംഘത്തെ അറിയിച്ചില്ല, അല്ലെങ്കിൽ അയാളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് മുമ്പ് അത് ലീഗലി ആകുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഈ ഇന്റർവ്യൂ TV-യിലൂടെ പ്രദർശിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ദിലീപ് കോടതിയിൽ ഉന്നയിച്ചത്. എത്രത്തോളം അതിലൊക്കെ നിയമസാധ്യതയുണ്ട്, ആ കോടതിയലക്ഷ്യ ഹർജി നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഇനി അടുത്ത തവണ വാദം കേൾക്കുമ്പോഴായിരിക്കും അറിയുക. ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമാണ്, അതുകൊണ്ട് അവരുടെ ഭാഗം കൂടി അവർ വ്യക്തമാക്കും. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കും. അതിനുശേഷമായിരിക്കും ഇത് നിലനിൽക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊരു വ്യക്തത വരിക. ഒപ്പം ഇന്ന് കോടതിയിൽ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 7.5 വർഷമായി ദിലീപിന്റെ പാസ്പോർട്ട് അത് കോടതിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. കേസിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് ആ പാസ്പോർട്ട് വിട്ടു നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ പശ്ചാത്തലത്തിൽ ഈ കേസുമായി ദിലീപിന്റെ ഉണ്ടായിരുന്ന ബോണ്ട്, ജാമ്യവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ബോണ്ട് അവസാനിച്ചു. ആ സാഹചര്യത്തിലാണ് ദിലീപിന്റെ പാസ്പോർട്ട് അനുവദിച്ചത്. പ്രത്യേകിച്ച് വിദേശ നാടുകളിലേക്കടക്കം ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പോകേണ്ടതുണ്ട് എന്ന് ദിലീപ് പറഞ്ഞു. പക്ഷേ അതൊന്നും പരിഗണിച്ചല്ല. അതിനപ്പുറത്തേക്ക് നിലവിൽ ഈ ബോണ്ട് അവസാനിച്ച ഘട്ടത്തിൽ സ്വാഭാവിക നടപടി എന്ന രീതിയിലാണ് ദിലീപിന് പാസ്പോർട്ട് വിട്ടു നൽകിയത്. ദിലീപിന്റെ കോടതിയലക്ഷ്യ നടപടി ഇനിയിപ്പോൾ അടുത്ത 12-ാം തീയതി ആയിരിക്കും കോടതി പരിഗണിക്കുക.